ദ്രാവിഡരുടെ വിളവെടുപ്പ് ഉത്സവമാണ് പൊങ്കൽ. 4 ദിവസങ്ങളിലായാണ് പൊങ്കൽ ആഘോഷിക്കുന്നത്. അതായത് തമിഴ് മാസമായ മാർഗഴിയുടെ അവസാന ദിവസം തുടങ്ങി തൈമാസം 3-ാം ദിവസം അവസാനിക്കുന്നു. ഓരോ ദിവസങ്ങൾക്കും വ്യത്യസ്ത വിശ്വാസങ്ങളും ചടങ്ങുകളും ഉണ്ട്. പ്രധാന ആഘോഷമായ തൈപ്പൊങ്കൽ മകരമാസം 1-ാം തീയതിയാണ്. മകരസംക്രാന്തി എന്നും ഇതിന് പേരുണ്ട്. വേവിച്ച അരി എന്നാണ് പൊങ്കൽ എന്ന പദത്തിൻ്റെ അർത്ഥം. ഇത് തമിഴ്നാട്ടുകാരുടെ ഏറ്റവും പ്രസിദ്ധമായ പർവ്വമാണ്. ആഘോഷങ്ങളുടെ ആദ്യ ദിനം ഭോഗി എന്നറിയപ്പെടുന്നു. വിള നന്നാവാൻ ലഭിച്ച നല്ല കാലാവസ്ഥയ്ക്ക് സൂര്യഭഗവാനോട് നന്ദി പറയുകയാണ് ഈ ദിവസം. അടുത്ത വർഷത്തെ വിളവ് നന്നാവണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പഴയ സാധനങ്ങൾ തീയിലിട്ട് കത്തിക്കുന്നു. ചാണകവും തടിയുമാണ് തീ കത്തിക്കാൻ ഉപയോഗിക്കുക. 2-ാം ദിവസമാണ് തൈപ്പൊങ്കൽ. അന്ന് പൂജയുണ്ടാകും. വർണ്ണാഭമായ കോലം മുറ്റത്തൊരുക്കുന്നു. അരി പാലിൽ വേവിക്കും. വീടിന് പുറത്ത് അടുപ്പ് കൂട്ടിയാണ് ഇത് ചെയ്യുക. ഈ സ്ഥലത്ത് കോലമിട്ടിട്ടുണ്ടാകും. പാത്രത്തിൽ മഞ്ഞൾ ചെടി കെട്ടിവെച്ചിട്ടുണ്ടാകും. അരി, കരിമ്പ്, പഴം, നാളികേരം എന്നിവ സൂര്യഭഗവാന് സമർപ്പിക്കും. ഇതിന് ഉപയോഗിച്ച സാധനങ്ങളും പാത്രങ്ങളും ഉപേക്ഷിക്കുകയാണ് പതിവ്. വിവാഹം കഴിഞ്ഞ് 1 വർഷം തികഞ്ഞ വധുവിൻ്റെ വീട്ടുകാർക്ക് പൊങ്കൽ പാത്രം, അരി, ശർക്കര, പുതുവസ്ത്രം എന്നിവ നൽകും. 3-ാം ദിവസം മാട്ടുപൊങ്കൽ. കർഷകരാണ് ഭക്തി നിർഭരം മാട്ടുപൊങ്കൽ ആഘോഷിക്കുന്നത്. കൃഷിയിടങ്ങളിൽ വിളവിറക്കുന്നത് മുതൽ വിളവെടുപ്പ് വരെ കന്നുകാലികളെ ഉപയോഗിക്കുന്ന തമിഴ് കുടുംബങ്ങൾ അന്നേ ദിവസം കന്നുകാലികളെ കുളിപ്പിച്ച് ഭസ്മവും വർണ്ണപ്പൊടികളും അണിയിച്ച് അലങ്കരിച്ച് പൂജകൾ നടത്തുന്നു. ഭഗവാൻ ശിവൻ തൻ്റെ വാഹനമായ നന്ദിയെ ശപിച്ചുവെന്നും നന്ദി ഭൂമിയിലെത്തി കർഷകരെ സഹായിച്ചു എന്നുമാണ് വിശ്വാസം. 4-ാം ദിവസം കാണും പൊങ്കൽ. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒത്തുകൂടുകയും സമ്മാനങ്ങൾ കൈമാറുകയും ചെയ്യുന്ന ദിവസമാണിത്. ഏവർക്കും പൊങ്കൽ ദിനാശംസകൾ.